കടുവയെ പിടിക്കാനുള്ള വനംവകുപ്പിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. എം കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ആ ഭാഗത്ത് തന്നെ ഈ രാധയെ ആക്രമിച്ച ആ പരിസര പ്രദേശങ്ങളിൽ തന്നെ കടുവയുണ്ട്. വനംവകുപ്പിന്റെ RRT സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കടുവ. പക്ഷെ അത് മാത്രം പോരാ, കടുവയെ പിടികൂടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന ആക്ഷൻ പ്ലാൻ എന്താണ്? എങ്ങനെ കടുവയെ കുടുക്കാം എന്നാണ് കരുതുന്നത്? നാളെ ഈ മേഖലയിൽ ഒരു വലിയ രീതിയിലുള്ള കോമ്പിംഗ് നടത്താനാണ് ദൗത്യ സംഘത്തിൻ്റെ തീരുമാനം. അത്തരത്തിൽ ഉള്ള അതിനു മുൻപ് പക്ഷേ ഇന്ന് രാത്രി മറ്റെന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ നാളെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടെയുള്ള തെരച്ചിലായിരിക്കും ദൗത്യ സംഘം നടത്തുക. കാരണം കടുവ വലിയ രീതിയിൽ ആക്രമണകാരിയാകുന്നു. ഇന്ന് ദൗത്യ സംഘത്തിന് നേരെ തന്നെ ആക്രമണമുണ്ടായി. സാധാരണഗതിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, മനുഷ്യർ കടന്നു വരുമ്പോൾ ഒഴിഞ്ഞു മാറുക, കൂടുതൽ ദൂരത്തേക്ക് പോവുക, ഉൾവലിയുക, അത്തരത്തിൽ കടുവ മാറി നിൽക്കാനാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. പക്ഷേ ഇത് 9 പേരുള്ള ഒരു സംഘത്തിന് നേരെ കടുവ ചാടി വീണു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ കടുവയ്ക്ക് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, തുടർച്ചയായി അങ്ങനെ മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കടുവയെ വെടിവെച്ചു കൊല്ലാം എന്നൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പും സർക്കാരും എത്തുന്നത്. അത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ എല്ലാ മാനദണ്ഡവും പാലിച്ചുകൊണ്ടാകും കടുവയെ വെടിവെച്ചു കൊല്ലുക. കാരണം ആ SOP അനുസരിച്ച് ആദ്യം കടുവയെ തിരിച്ചറിയേണ്ടതുണ്ട്, പിന്നീട് കൂടുവെച്ച് പിടികൂടാൻ ശ്രമിക്കണം, മയക്കുവെടി വെക്കാൻ ശ്രമിക്കണം. ഇതെല്ലാം പരാജയപ്പെട്ടാൽ മാത്രമാണ് കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുക. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂട് നേരത്തെ വെച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കാൻ ദൗത്യസംഘം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഫീൽഡിലുണ്ട്. അപ്പോൾ ആ ശ്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ടും കടുവ മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയായി തുടരുന്നു എന്നുള്ള ഒരു കാരണം മുൻനിർത്തിയാകും വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ടാവുക എന്നാണ് അറിയുന്നത്. മന്ത്രി DDMA ദുരന്ത നിവാരണ നിയമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തി അത് വേണ്ടിവരില്ല, വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ മാൻ ഈറ്റർ എന്നൊരു പ്രയോഗം ഇപ്പോഴില്ല എന്ന് പറയുന്നു ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ SOPയിൽ. അത് മനുഷ്യജീവനും സ്വത്തിനും ഭീഷണി എന്ന നിലയിൽ പ്രഖ്യാപിച്ച് കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരവ് ഇന്ന് തന്നെ ഇറങ്ങുമെന്ന ഉറപ്പാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. അതിനാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. എന്തായാലും ദൗത്യ സംഘം ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ച സാഹചര്യത്തിൽ ദൗത്യ സംഘം ഇനി അവരുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. അവരുടെ പ്ലാൻ തയ്യാറാക്കുകയാണ്. ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ, അതായത് കടുവ കൂട്ടിലകപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കടുവയെ പിടികൂടാനുള്ള ഒരു സാഹചര്യം രാത്രി ഉണ്ടായില്ലെങ്കിൽ നാളെ വ്യക്തമായ ഒരു പ്ലാനോടെ ആയിരിക്കും ദൗത്യ സംഘം മുന്നോട്ട് പോവുക.